ഇവിടെ ഇപ്പം നമ്മൾ കണ്ടത് എന്താ, 116 പാവങ്ങൾ കേട്ടോ. ആ ഗവൺമെന്റിന്റെ പിടിപേട് മാത്രമല്ല, ഇത് ഗവൺമെന്റ് സ്പോൺസേഡ് ആണ്. അതായത് ഇതിന്റെ പുറകെ രാഷ്ട്രീയ പിൻബലം ഉണ്ടായേക്കും. അതുകൊണ്ടാണ് അയാൾക്കെതിരെ യഥാർത്ഥത്തിൽ അവനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അകത്തിലുണ്ടതല്ലേ. അയാളിപ്പോൾ ഒളിവിലാണ്. ആ, ഒളിവിൽ ഇരുന്നുകൊണ്ട് ഈ മരിച്ചവരോടെല്ലാം ഒപ്പം ഞാനുണ്ടെന്ന് കേട്ടോ. ഇനി അയാൾ ദൈവം അല്ലാതെ ആവുന്നില്ല. അയാൾ എന്തെന്നറിയോ, അയാൾക്ക് യഥാർത്ഥത്തിൽ ഒരു പേരുണ്ടോ? ആദ്യം മാധ്യമങ്ങളിൽ വന്ന പത്രം ഹിന്ദുവിലും ഒക്കെ ആദ്യം ഇയാളുടെ പേര് വന്നത് എന്തെന്നറിയോ? നാരായൺ സർക്കാർ എന്നാണ് അയാളുടെ പേര്. ഭോലെ ബാബ എന്ന് സ്വന്തം പേരിട്ട് സ്വന്തം ദൈവമായിട്ട് അവരോധിച്ചു. സെൽഫ് പ്രൊക്ലെയിംഡ് ഗോഡാണ്, സ്വന്തമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ദൈവം. അയാൾ പറഞ്ഞു അയാളുടെ പേര് നാരായൺ സർക്കാർ എന്നാണ്. ഇന്നിപ്പോൾ ദാണ്ട് വേറൊരു പേര് ഇപ്പോൾ കിടക്കുന്നത്, സൂരജ് പാലെന്ന് കേട്ടോ. ഇത് ഏതാ അയാളുടെ പേര് ഏതാന്ന് പോലും ആർക്കും പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഒരുത്തനാണ്. പക്ഷേ അയാളുടെ പുറയിൽ ഏതാണ്ട് 2 ലക്ഷം ആളുകൾ കണ്ട് അവിടെ കൂടിയെന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ആളിനെ വിളിച്ചു കൂട്ടുക എന്ന് പറയുന്നത് കൊലപ്പെടുത്താൻ വേണ്ടിയല്ലേ? കാരണം അവിടെ കൊല്ലപ്പെടുമെന്നുള്ള അറിവുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കൊലപാതകത്തിന്റെ പെർവ്യൂവിൽ വരും. അയാൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ്. അതിന് പകരം വേറെ ആരുടെയൊക്കെ പേര് കേസുമൊക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ് അവിടുത്തെ സർക്കാർ. അവരങ്ങനെ ചെയ്യുള്ളൂ. എന്നിട്ട് ഇയാൾ ഒളിവിലാണ്. ഇയാൾ അന്വേഷിച്ച് പോയപ്പോൾ ഇയാൾ ഒളിവിലാണ്. ദൈവം ഒളിവിൽ. ഇപ്പം അതാണ് ആൾക്കൂട്ടം. ഈ ആളുകൾ മരിക്കാനായിട്ട് എവന്റെ അടുത്തൊക്കെ പോകുന്നല്ലോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇതുപോലെ ആളിനെ വിളിച്ചു കൂട്ടുമ്പോൾ സർക്കാരിന് എന്തിനുമാത്രം ചെലവുണ്ടാവുമെന്ന് ആലോചിക്കും. ആ സർക്കാരെന്ന് പറയുന്ന ആരും ജനങ്ങളല്ലേ, അവരുടെ ചെലവല്ലേ, പൊക്കോട്ടെ. ഇതാ കാര്യം. അതായത് എത്രയോ രൂപ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി, പോലീസിന്റെ സംവിധാനത്തിന് വേണ്ടി ചെലവാക്കണം, സുരക്ഷാ സംവിധാനത്തിന്. ഇതൊന്നുമില്ലാതെ ഇവിടെ ചെന്ന് എന്തുവെന്നറിയോ, അവസാനം ചെന്ന ഇയാളെ കാർ പോയപ്പോൾ ആ ടയറിന്റെ അടിയിൽ നിന്ന് മണ്ണ്. കാരണം ഇത്രയും വലിയ ദൈവമല്ലേ, ദൈവം ഇറങ്ങിയേക്കുന്നതാണ്. ദൈവത്തിന്റെ പാദത്തിന്റെ അടിയിൽ നിന്നല്ല, ദൈവത്തിന്റെ സഞ്ചരിച്ച കാറിന്റെ ടയറിന്റെ അടിയിലെ മണ്ണ് ശേഖരിക്കാനായിട്ട് പോയാണ് ഇത്രയും പേരെ ചവിട്ടിക്കൊന്നത്. ആലോചിച്ച് ചോദിക്കും. ഇപ്പൊ അയാൾ പറയുന്നത് എന്താ പറയുക, ഇത് മനഃപൂർവ്വം ആയിട്ട് ഇയാളെ കൊടുക്കാൻ വേണ്ടി ആരാണ്ട് ഈ കുൽസിത പ്രവർത്തികളിലൂടെ അവിടെ കയറി ബഹളം ഉണ്ടാക്കി ഇങ്ങനെ കൊലപാതകം നടത്തിയെന്നുള്ള രീതിയാണ്. ഇതൊന്നുമല്ല. ഇതുപോലെ സ്റ്റംപീഡ് ഉണ്ടാവും, ആളുകളെ കൂട്ടും. കാരണം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. ഇവനൊക്കെ ഓരോ ഇതൊക്കെ മാജിക്കും മെസ്മറിസവും ഒക്കെ പഠിച്ചിട്ട് വരുന്നവനാണ്. ഇതെല്ലാം ഓരോന്ന് കാണിക്കും കേട്ടോ. അവിടുന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ച് ഇതിനെ എടുത്ത് കാണിക്കും കേട്ടോ. അപ്പം ജുബ്ബയ്ക്ക് കൈ കാണണം, എന്നാലേ പറ്റുള്ളൂ. കൈയില്ലാത്ത ജുബ്ബ ആണെങ്കിൽ അവനൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇത് ഇടമറക് ഇതിനെക്കുറിച്ച് ശരിക്കും പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ ആരെക്കുറിച്ച് അന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും ഇതേപോലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നതും. അതൊക്കെ എന്തെങ്കിലും ഇതൊന്ന് കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മജീഷ്യന്മാരെന്നൊക്കെ പറയുന്നവർ, സാമ്രാട്ടും ഇവരും ഒക്കെ ദൈവങ്ങളാവണ്ടേ, ദൈവങ്ങളാവണ്ടേ. അവർ പറഞ്ഞാൽ അവരൊന്നും ദൈവമല്ല, അവരിത് ആളുകളെ കളിപ്പിക്കുന്നതാണ്. ഞങ്ങൾ ഇങ്ങനെയാ കാണിക്കുന്നേ എന്ന് പറഞ്ഞവർ കാണിക്കും. ഇത് മുഴുവൻ കള്ളത്തരാണ്, നമുക്കതറിയാം. അപ്പൊ ഇത് എന്തെങ്കിലും ഒന്ന് കാണിക്കും, അത് മതി. കാണിച്ചു കഴിഞ്ഞാൽ കാര്യം തീർന്നു. അവിടെ ഇത് വേറെ ഒരു ദൈവത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടത്, ഈ കൈയുടെ വെള്ളയിലുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഏറ്റവും കൂടിയ മയക്കുമരുന്ന് എന്തോ ആണ്. അത് വെച്ചിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഇത് അടിച്ചിട്ടൊരു എക്സ്റ്റസിയാണ്. അപ്പോൾ അനുഗ്രഹത്തിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയുന്നത് വളരെ ഇത് ശ്വസിക്കുന്നതാണ്. വളരെ വലിയൊരു എക്സ്റ്റസിയിലേക്ക് അവർ പോവാണ്. അപ്പം ആനന്ദമൂർച്ചയാണ് അവിടെ വരുന്നത്. അങ്ങനെ സംഭവിക്കും. ഇതുപോലൊക്കെ ഞാൻ ഒരുപാട് പേരെ കുറിച്ച് വായിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോ ദൈവങ്ങളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കണം, എന്നാലേ അറിയാൻ ഒക്കുള്ളൂ. അത് ആരെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇവരുടെ ഒന്നും പുറകെ പോകാറില്ല. ഒരൊറ്റ ദൈവത്തിൻ്റെയും പുറകെ ഞാൻ പോവുകയല്ല. ഒരുപാട് പേരെന്നെ വിളിച്ചു അവിടെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞെന്താണെന്നല്ല, ഇത് പറയാൻ കാരണം ഈ പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, ഏതാണ്ട് അവർ ദൈവത്തിനെ കാണാനായിട്ട് അവർ നടക്കുകയാണ്. അവർ ദൈവത്തിനെ കണ്ടു. ഏതാണെന്നറിയോ, അവരെ ചവിട്ടി കൊല്ലപ്പെട്ടപ്പോൾ അവർ യഥാർത്ഥ ദൈവത്തിനെ അവർ കാണും. അതാ കാര്യം. അവരെ ഇങ്ങനെ ആകാതിരിക്കട്ടെ നമ്മുടെ നാട്. ഇതുപോലെ ഇത്രത്തോളം കൊലപാതകങ്ങളാണ് ഈ നടന്നേക്കുന്നത് മുഴുവൻ. അതിന് അയാൾ ഉത്തരവാദിയാണ്. അതിന് സർക്കാർ നടപടിയെടുക്കണം. അല്പമെങ്കിലും അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചാർജ് ചെയ്ത് അന്വേഷണം നടക്കണം. അതാ വേണ്ടത്. അതിന് പകരം അയാൾ ഒളിവിലാണ്, അയാളെ കാണാനില്ല. ആൾക്കൂട്ടം ദൈവമല്ലേ, അയാൾക്ക് ഒളിവിൽ പോകേണ്ട കാര്യം എന്താണ്? ദൈവമാണെങ്കിൽ അയാൾക്ക് ഒന്നും സംഭവിക്കത്തില്ലല്ലോ, ഒളിവിൽ പോകേണ്ട കാര്യമില്ലല്ലോ.
ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവ് അപ്പം നമ്മൾ കാണുന്ന പോലീസ് കേസെടുക്കുന്നില്ല അയാളുടെ പേര്, അത് ചിലപ്പോൾ ദൈവമായിരിക്കും. ആ രീതിയിൽ ഈശ്വര വിശ്വാസമായി എല്ലാവർക്കും മുമ്പോട്ട് പോകാം. അത് നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. യുക്തിവാദികൾ ഉണ്ട്, അവരെ ഞാൻ പറയുന്നില്ല, അത് അവരുടെ യുക്തിയിൽ തോന്നുന്ന കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. അവർ വിശ്വാസികളായിരിക്കത്തില്ല. പക്ഷേ വിശ്വാസികളാവുന്ന ഒരാൾക്ക് അന്ധവിശ്വാസം പാടില്ല. കാരണം നമുക്ക് അറിയാവുന്ന കാര്യം, ഒരു ശക്തി, ദൈവത്തിൻ്റെ ശക്തി എല്ലായിടത്തും ഉണ്ട്, നമുക്കതേ അറിയാവൂ. ആ ശക്തി നമുക്കൊക്കെ വിശ്വസിക്കാം, ആ ശക്തിയെ പ്രാർത്ഥിക്കാം, നമുക്ക് നല്ലതൊക്കെ ചെയ്യാം, നന്മകളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അന്ധവിശ്വാസം നമ്മുടെ മനസ്സിൽ നിന്ന് തുടച്ചു കളയാം. ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറകെ നമ്മൾ പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കാം. അതായിരിക്കട്ടെ നമ്മളൊക്കെ ചെയ്യേണ്ടത്.